ഓർമ്മയുണ്ടോ ഈ മുഖം? ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കേറിയിറങ്ങി പോയതല്ലേ, ചിലപ്പോ മറന്നു കാണും. ഞാനൊരു തൃശ്ശൂർ ജില്ലക്കാരനാണ്. പ്രത്യേകിച്ച് വളരെ നല്ല പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും സുരേഷ് ഗോപിനെ വരവേറ്റത്. കാരണം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തൃശ്ശൂർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിതൊക്കെ ഇദ്ദേഹത്തിന് വരവേറ്റത്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രശസ്തിയുള്ള ഒരാളാണ്, നല്ല ഒരു വ്യക്തിയാണ് എന്നുള്ള രൂപേണ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആ എലക്ഷന് മുൻപ് 2 പ്രാവശ്യം എലക്ഷന് തോറ്റപ്പോഴും തൃശ്ശൂരിൽ നിന്ന് വിടാതെ പിന്തുടർന്ന ആ സമയത്ത് കണ്ട സുരേഷ് ഗോപിനെ പിന്നെ അവിടെ കണ്ടില്ല. അപ്പം അതിൽ ചെറിയൊരു ദുഃഖമൊക്കെ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇപ്പം അതിനിടയ്ക്ക് ഞങ്ങളുടെ തൃശ്ശൂർക്കാരെ സ്വപ്നമായിരുന്ന സുരേഷ് ഗോപിനെ മറ്റുള്ള ആൾക്കാരിട്ടിട്ട് കളിയാക്കുമ്പോൾ ഇദ്ദേഹം അതൊരു ചെറിയൊരു കോമാളി പോലെ കിടന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നത് കണ്ടു നോക്കി. ഇതെന്താ പരിപാടി? മുട്ടിലൊക്കെ കഴിഞ്ഞുകൊണ്ട് പോകുന്നുണ്ടല്ലോ. എന്താ പ്രശ്നം? സുരേഷ് ഗോപി ചേട്ടോ ആ കാര്യമൊന്ന് പറഞ്ഞേ. സുരേഷ് ഗോപി ചേട്ടോ, സുരേഷ് ഗോപി ചേട്ടോ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാനൊന്ന് വെറുതെ വിളിച്ചതാണ്. ഞാനൊന്നും ചോദിച്ചിട്ടില്ല, ഒന്നും മിണ്ടയല്ല. കാരണം ഞങ്ങൾ ഇവിടുന്ന് ജയിപ്പിച്ച് വിട്ടതല്ലേ, ഞങ്ങൾക്കൊന്നും ചോദിക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾക്ക് നേരിട്ട് എന്തായാലും ചോദിക്കാൻ പറ്റില്ല. ചോദിക്കാനുള്ളത് മാധ്യമ പ്രവർത്തകർ കൊണ്ടാണ് ചോദിപ്പിക്കാറുള്ളത്. അവരെന്തെങ്കിലും ചോദിച്ചാൽ അപ്പം പിണങ്ങി എൻ്റെ സുരേഷ് ഗോപി ചേട്ടൻ എന്ത് ചെയ്യും? ഇങ്ങനെ പിണങ്ങിയാൽ എന്ത് ചെയ്യും? ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇങ്ങനെയാ. ചിലത് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് പിണങ്ങും, ചിലതിന് പുല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കും. ഇത് വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. എന്ത് ചെയ്യും? ഇതാണ് സുരേഷ് ചേട്ടൻ്റെ പ്രശ്നം. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് പിണങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടിത്തെറിക്കും. ഇപ്പൊ ഭയങ്കര പിണക്കോ. ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല. പറയാനുള്ള കാരണം ഈ പിണക്കത്തിൻ്റെ ഇടയിലാണ് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ഒരു പടക്കം മുട്ടി. ഒരു പഴയ കഥ എന്ന് പറഞ്ഞാൽ ഒരു തൊപ്പിക്കഥ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ ഒരു തൊപ്പിയാണെന്ന്. അച്ചായൻ്റെ തൊപ്പിയൊന്നല്ല കേട്ടോ പറയുമ്പോൾ, ശരിക്കുള്ള തൊപ്പി. പുല്ല് എന്ന് പറഞ്ഞ് കമ്മീഷണറിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു തൊപ്പി കുറച്ചു കാലം അദ്ദേഹം കൊണ്ടു നടന്നു. അപ്പം അതിനെക്കുറിച്ച് നമ്മുടെ ഗണേഷ് കുമാർ ഒരു കഥ പൊട്ടിച്ചു, പഴയ കഥ. ഇതിൽ സുരേഷ് ഗോപിക്ക് മൗനം തന്നെ, ഇപ്പൊ പത്രക്കാരെ കണ്ടതുപോലെ. പക്ഷെ നമ്മുടെ അണികൾ വിടുവോ? അവർക്ക് എന്തെങ്കിലും ഒരു സംഭവം കിട്ടണ്ടേ? ഇപ്പൊ പ്രത്യേകിച്ച് എന്ത് കിട്ടിയാലും പ്രതിഷേധം. ഞാനിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രതിഷേധം എന്തിനാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞില്ല. എന്തെങ്കിലും ഒരു കാരണം കിട്ടണം ഇവർക്ക് പ്രതിഷേധിക്കും. അപ്പോൾ ഇപ്പൊ കിട്ടിയിട്ടുള്ള ഒരു തൊപ്പി പ്രതിഷേധമാണ്. പഴയ ഒരു കഥ ഗണേഷ് കുമാർ മന്ത്രി സാർ പറഞ്ഞതിന്റെ പിന്നിലുള്ള ഒരു പ്രതിഷേധം. അപ്പൊ ആദ്യം ഈ ഗണേഷ് കുമാർ സാർ എന്താണ് പറഞ്ഞത് എന്നുള്ളതൊന്ന് കേട്ടാലേ അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. ഇല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയില്ല. കാരണം അദ്ദേഹത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റിയോ? ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ നിലയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം, തിരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്ത് പറയാനാണ്? അതെ, ഇത് ഞാൻ പറഞ്ഞതല്ലേ. ഇലക്ഷൻ മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രശ്നമല്ല. എനിക്കറിയാവുന്ന ആളിന് വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും തൃശ്ശൂരുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പരിചന്ദ്രൻ അഭിനയിച്ച ശേഷം ഇദ്ദേഹത്തിന് എപ്പോഴും ഒരു SP തുപ്പി ഉണ്ടായിരുന്നു. മനസ്സിലായി? കാറിൻ്റെ ഗ്ലാസ്സിൻ്റെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിന് SP പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിരിക്കാൻ പുറകെ വെച്ചു. ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറേ കാലം, ഞാൻ തമാശ പറഞ്ഞില്ല, ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, ഒരു SP
IPS എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ സീറ്റിൻ്റെ പുറയിൽ നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ഇറങ്ങിപ്പോയോ കയറി വന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം, കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ചോദിച്ചാൽ പറഞ്ഞു തരും. നമ്മുടെ ഇപ്പോൾ വീഡിയോ ഒന്നുമില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ആരോട് പറയാം? ആക്ഷനൊക്കെ അവരൊരു ഇഷ്ടമാണ്. ഞാൻ സംവിധായകനല്ലല്ലോ, കട്ടോറ. സത്യത്തിൽ ഗണേഷ് കുമാർ സാർ പറഞ്ഞത് SP-യുടെ എന്ന് പറഞ്ഞു. ഈ SP-ക്ക് ഒരു ഫുൾ ഫോം ഉണ്ടല്ലോ, അതറിയാവുന്നവർക്ക് അറിയാം. സ്വയം പുകഴ്ത്തുക എന്ന് പറയുന്ന രീതി നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. അപ്പോൾ സുരേഷ് ഗോപിയെ എന്ത് ഉദ്ദേശിച്ചാണോ പറഞ്ഞത് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലായി. കാരണം SP-യുടെ ഒരു തൊപ്പിയാണ് അദ്ദേഹം വെച്ചിട്ടുള്ളത്. സാധാരണ SP-മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു തൊപ്പി ഇദ്ദേഹം കമ്മീഷണർ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആ തൊപ്പി സീറ്റിൻ്റെ പിന്നിൽ, അതായത് പിൻ സൈഡിൽ നിന്ന് കാണാവുന്ന രൂപത്തിൽ അദ്ദേഹം വെച്ച് കുറേ കാലം കൊണ്ട് നടന്നിരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇത് പറഞ്ഞത് നമ്മുടെ അണികൾക്ക് പറ്റിയില്ല. കാരണം അദ്ദേഹം ശരിക്കും താങ്ങിയതാണ് സത്യത്തിൽ. അപ്പോൾ ആ താങ്ങ് ശരിക്ക് സുരേഷ് ഗോപി പത്രക്കാരെ കണ്ടതുപോലെ മൗനം പാലിച്ചു. പക്ഷേ അണികൾ വിടുവോ? അവർക്ക് എന്തെങ്കിലും ഒരു പ്രതിഷേധം വേണ്ടേ? അവർ ശരിക്കും വെച്ച് പിടിച്ചു ഈ സംഭവം. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ തൊപ്പി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് 2014 തൊടുപുഴയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഷെഫീഖ് എന്ന് പറയുന്നൊരു കൊച്ചിനെ അതിൻ്റെ രണ്ടാനമ്മയും പിതാവും ചേർന്നിട്ട് മർദ്ദിക്കുകയൊക്കെ ഉണ്ടായിട്ട് അവശനാക്കി ഈ കുട്ടി, ഷെഫീഖ് എന്ന് പറയുന്ന കുട്ടി, വളരെയധികം തളർന്ന രൂപത്തിലൊക്കെ ആവുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ കുട്ടിയെ കാണാൻ വേണ്ടി സുരേഷ് ഗോപി പോയിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കുട്ടി സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ അന്നത്തെ സിനിമ ആയിട്ടുള്ള കമ്മീഷണറുടെ ഒക്കെ കടുത്ത ഒരു ആരാധകനായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി അവിടെ പോയത്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി വൈറലായിട്ടുണ്ട്. എന്നിട്ട് തൻ്റെ ആരാധകനായിട്ടുള്ള ഈ കുട്ടിയെ വളരെയധികം ലാളിക്കുകയും അവിടെ വെച്ച് ഒരു കേക്ക് മുറിക്കുകയും, ആ കുട്ടിയുടെ ബർത്ത്ഡേ ദിവസമാണ് കേട്ടോ അദ്ദേഹം പോയത്, അതുകൂടി ഉണ്ട്. എന്നിട്ട് അന്നത്തെ ഒരു സമ്മാനമായിട്ട് ഇദ്ദേഹം ഈ കമ്മീഷണറിലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു തൊപ്പിയും ആ കുട്ടിക്ക് സമ്മാനിക്കുകയുണ്ടായി. ശേഷം അടിപൊളിയായിട്ടുള്ള ആ ഡയലോഗും അദ്ദേഹം പറഞ്ഞ് ഈ കുട്ടിയെ ആശ്വസിപ്പിക്കുകയും പിന്നീട് ഒരു താരാട്ടുപാട്ടൊക്കെ പാടി ആ കുട്ടീനെ വളരെയധികം ആശ്വസിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാം. കമ്മീഷണർ ഇട്ട ആ തൊപ്പി മാത്രം എന്റെ കയ്യിലില്ല. കാരണം അത് ഞാൻ രണ്ടാം അമ്മയും അച്ഛനും കൂടെ അടിച്ച് രോഗിയാക്കിയ ഒരു കുഞ്ഞില്ലേ തൊടുപുഴയിൽ, അവനെ കാണാൻ പോയപ്പോ അവന്റെ തലയിൽ ഇഷ്ടപ്പെട്ട സിനിമയോ നായകനെയോ ചോദിച്ചാൽ ആദ്യമെത്തുന്ന മറുപടി ഷിറ്റ് ഡയലോഗും സുരേഷ് ഗോപിയുടെ കമ്മീഷണർ സിനിമയിലെ ആംഗ്യവുമാണ്. ഇത് കേട്ടറിഞ്ഞ മലയാളിയുടെ ആക്ഷൻ ഹീറോ പിറന്നാൾ ദിനത്തിൽ തന്നെ ഷഫീഖിനെ കാണാനെത്തി. IG എന്ന സിനിമയിൽ ഉപയോഗിച്ച പോലീസ് തൊപ്പി സമ്മാനമായി നൽകി. വളരെ ചങ്കൂറ്റത്തോടെ ഹൃദയവിരിവോടുകൂടി നിൽക്കുന്ന ഒരു ഷഫീഖിന് ഈ തൊപ്പി നയിക്കും. പോരാത്തതിന് ഷഫീഖിന് ഇഷ്ടപ്പെട്ട ആക്ഷനും ഡയലോഗും. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിപ്പടച്ച് 4 നേരം വെട്ടിവിഴുങ്ങി ഏമ്പക്കവും വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അയാളുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലുള്ള പരമ നാറുകൾക്കേ ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല, ഓർത്തോ. ഐ എം ഭരത് ചന്ദ്രൻ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. പിന്നെ കൈപ്പേറിയ ഓർമ്മകൾ മറക്കാൻ മധുരിക്കുന്ന പിറന്നാൾ കേക്ക് മുറിച്ചു. ഒടുവിൽ ആര്യരാരം പാടി ഷഫീഖിനെ കോരിയെടുത്ത് ഉമ്മയും നൽകിയാണ് സുരേഷ് ഗോപി വേദി വിട്ടത്. സത്യത്തിൽ ഇദ്ദേഹം നല്ല മനുഷ്യനാണ്. എനിക്ക് സത്യത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പണ്ടൊക്കെ. ഇപ്പോഴത്തെ കാര്യമില്ല. അദ്ദേഹം സിനിമാ നടനായിരുന്ന ആ കാലഘട്ടങ്ങളിലൊക്കെ വളരെയധികം നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ. പക്ഷേ പിന്നെ അദ്ദേഹം ഒരു കോമാളി പോലെയായി. കുറച്ച് ഗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ കണ്ട് കളഞ്ഞ് കുടിച്ച് രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങി എന്ത് പറയണം എന്ത് പറയാതിരിക്കണമെന്നൊന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ഒരു കോമാളി പോലെ. ഒരു കാര്യം സുരേഷ് ഗോപി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പത്രമാധ്യമങ്ങളുടെ ചോദ്യത്തിനൊക്കെ മറുപടി പറയണം. ഒരിക്കലും പത്രമാധ്യമങ്ങളെ എതിർത്തുകൊണ്ട് ഒരു ഇലക്ഷന് നിന്ന ആൾക്ക് ഒരിക്കലും അങ്ങനെ അവരെ എതിർത്തുകൊണ്ട് ആ ഒരു നല്ല രീതിയിൽ പോകാൻ പറ്റില്ല. എപ്പോഴും മുഖാമുഖം കാണേണ്ട ഒരാൾക്കാരാണ് ഈ പത്രങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ജനപ്രതിനിധികളും. അപ്പം അതിനെ കൃത്യമായിട്ട് നേരിടാനുള്ള ചങ്കൂറ്റമില്ലാത്തതുകൊണ്ടാണ് ചില സമയങ്ങളിൽ
മൗനം പാലിക്കുന്നതും ചില സമയത്ത് പൊട്ടിത്തെറിക്കുന്നതൊക്കെ. അപ്പോൾ അദ്ദേഹം അതിൽ നിന്നൊന്നും മാറ്റി പിടിക്കണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല. ഇപ്പം ഈ തൊപ്പി ഇത്രയും ഫേമസ് ആവാൻ കാരണം ഗണേഷ് കുമാർ ഈ സംഭവം പറഞ്ഞുകൊണ്ടാണ്. ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ ഈ തൊപ്പി കൊടുത്തതും തൊപ്പി വെച്ച് നടന്നതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ പുറത്തേക്ക് വൈറലാവാനുള്ള കാരണം. പക്ഷെ വീണ്ടും വീണ്ടും ഗണേഷ് കുമാർ തൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് തൊപ്പിയല്ലേ, എന്നാ പോലീസ് തൊപ്പിയല്ലേ സമരം ചെയ്യണ്ടേ? എനിക്കെതിരായി പോലീസ് തൊപ്പിയല്ലേ സമരം ചെയ്യണ്ടേ? ഇതൊക്കെ ഇത് ദൃശ്യമാധ്യമങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കണം തന്നെയാണ്. ആളുകളെ മനസ്സിലാക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമായി ഇതിനെ കണ്ടാൽ മതി. അപ്പൊ ഉദ്ദേശം സമരമല്ല, പ്രതിഷേധമല്ല, മന്ത്രിയോടുള്ള പിണക്കമല്ല, ഒന്നുമല്ല. പിന്നെ സമരത്തിന് വേറെ വിവരമൊന്നുമില്ല. തൊപ്പി കേസിലും സമരം ചെയ്യാം. തൊപ്പി സമരം സമരമാണ് നടക്കുന്നത് പത്തനാപുരത്ത്. തൊപ്പി സമരം കൊള്ളാം. അല്ല, ഒരു തൊപ്പിയെ കുറിച്ചാണല്ലോ തമാശ പറഞ്ഞത്. ഞാൻ ഒരു തൊപ്പിയെ കുറിച്ചാണ് തമാശ പറഞ്ഞത്. അതാരെ തൊപ്പിയെന്നല്ല, സിനിമ ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന ഒരു തൊപ്പിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതിനൊക്കെ സമരം ചെയ്യണമെങ്കിൽ വലിയ പാട് തന്നെ. ദൈവമേ, വളരെ ഷെയിം എന്നേ പറയാനുള്ളൂ. നിങ്ങൾ തന്നെ ആലോചിക്കൂ, ആ തൊപ്പി തമാശയ്ക്കെതിരായിട്ടൊക്കെ ഒരു സമരം ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തൊപ്പി ഉണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഏത് അങ്ങനെ തൊപ്പി ഉണ്ടായിരുന്നു. ഇതോടുകൂടി അണികളങ്ങ് അടിമുടി വിറച്ചിളകിയില്ലേ? എന്തെങ്കിലും ഒരു കാരണം കിട്ടണമല്ലോ ഇവർക്ക്. പ്രതിഷേധം ഇവർക്ക് എന്തെങ്കിലും കാരണം വേണമല്ലോ. അവരങ്ങ് അടിമുടി വിറച്ചങ്ങ് തുടങ്ങിയില്ലേ പരിപാടി. മറ്റൊരു വാർത്ത, ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്ത് ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷിനായിട്ടുള്ള പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. മിഥുൻ സുധാകരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഈ സുരേഷ് ഗോപി പ്രതിഷേധത്തിന് ഇന്നലെ തന്നെ ഗണേഷ് കുമാർ ഒരു തൊപ്പി സമരമാണ് നടത്തേണ്ടതെന്നൊക്കെ പരിഹസിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും എനിക്കിതൊന്നും കാണാൻ വയ്യേ. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തി പോവുകയാണ്. പിന്നെ വേറൊരു കാര്യം, ഇനിയെങ്കിലും എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി സമരം ചെയ്യുകയോ പ്രതിഷേധം ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കേൾക്കാനും കാണാനും ഒരു രസമുണ്ട്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. പിന്നെ തൽക്കാലം ഞാൻ വിട വാങ്ങുന്നു. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.